നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഈ നാടിന്റെ വികസനത്തെ കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. നമുക്കെല്ലാവർക്കും ഈ നാടിന്റെ വികസനത്തെ കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. ചായക്കടകളിലും കലുങ്കുകളിലും ഒക്കെ നമ്മളത്തരം വികസന കാഴ്ചപ്പാടുകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള വികസന സംവാദത്തിലേക്ക് ഇന്ന് നമ്മളുടെ തൃശ്ശൂരിന്റെ ആദരണീയനായിട്ടുള്ള MP എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളോട് തുറന്ന് സംവദിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ചടങ്ങ്, ഈ കലുങ്ക് സൗഹാർദ്ദം വികസന സംവാദം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള സംവിധായകൻ, നമ്മുടെ നാട്ടുകാരൻ കൂടെയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സത്യനന്ദിക്കാട് സാറാണ്. അതോടൊപ്പം മലയാളത്തിന്റെ മഹാനായിട്ടുള്ള നടൻ ശ്രീ ദേവൻ സാറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, എല്ലാവരെയും ഈ സംവാദത്തിൽ, ഈ കലുങ്ക് സൗഹൃദത്തിലേക്ക്, സംവാദമില്ല എന്നാണ് പറയുന്നത്, സൗഹൃദത്തിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇത് കലുങ്ക് സൗഹാർദ്ദം എന്ന് തെറ്റി എഴുതി പോയതാണ്. കലുങ്ക് സൗഹൃദം, കലുങ്കം പുറത്തെ സൗഹൃദം, ഇതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് തമിഴ്നാട്ടിൽ ഇത് ഇപ്പോഴും വലിയ സംസ്കൃത സമൂഹമുണ്ടായി. കോടതികൾ വന്നു, പോലീസ് വന്നു, DGP വരെ വന്നു. ഇതൊന്നും പണ്ടില്ലായിരുന്നു. അന്ന് DGPമാരായാലും കളക്ടർമാരായാലും നാട്ടില് നല്ല ജീവിതത്തിന്റെ പരിചയ സമ്പന്നതയുള്ള പ്രമാണിമാരായാലും ചെയ്തു. അതിന് അവർക്ക് ജാതിയൊന്നുമില്ല. എല്ലാ ജാതിക്കാരും വന്നു ചെറിയ ചില പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കവും വഴക്കും ചില തല്ലുകേസും ഒക്കെ അവിടെ വെച്ച് സംസാരിച്ച് അത് സൗഹൃദത്തിലേക്ക് മാറ്റി അവരെ തിരിച്ച് വീടുകളിലേക്ക് പറഞ്ഞയക്കും. കട്ടപ്പഞ്ചായത്ത്, അതിന് തമിഴന്മാര് പറഞ്ഞതിന്റെ പേര് കട്ടപ്പഞ്ചായത്ത് എന്നാണ്. അതിന് പഞ്ചായത്ത്, അണി പഞ്ചായത്ത് കൂട്ടം, ഇങ്ങനെയൊക്കെ പല പേരുകളും ഇതൊക്കെ കേരളത്തിലും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ നമ്മളൊക്കെ അത് ഭാരതിരാജ സാറിന്റെ പടത്തിലും ബാലേന്ദ്ര സാറിന്റെ പടത്തിലും ഒക്കെ, ഭാഗ്യരാജ, അവരുടെ എല്ലാം സിനിമകളിൽ കണ്ട് അത് തമിഴ്നാടിന്റെ ഒരു ക്വാളിറ്റിയാണെന്നൊക്കെ വിചാരിച്ചിരുന്നത്. രാജസ്ഥാനിലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോ റോഡിനെ സംബന്ധിച്ചായാലും, വെള്ളം കയറുന്ന റോഡിനെ സംബന്ധിച്ചായാലും നമുക്കിത് ഇതിന്റെ അന്ന് തഹസിൽദാരും പേഷ്കാർ അല്ലെ, പേഷ്കാരോട് പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കണമെന്ന് പറയുന്ന തീരുമാനങ്ങളും ഓരോ നാട്ടുപ്രദേശത്തെ താണും പൊന്തിയും ഒക്കെ കിടക്കുന്ന ഭൂതലങ്ങൾക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു കൂട്ടമാണ്. മാത്രമല്ല, നാട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന് നിരന്തര സാന്നിധ്യം അവിടെയും ഇവിടെയും തെളിവിലും മാറിയും മറവിലും ഒക്കെ നിന്ന് പ്രകടമാക്കുന്നതിന് മുഴുവൻ അന്നത്തെ CCTV ക്യാമറ എന്ന് പറയുന്നത് കലുങ്കിന്റെ പുറത്ത് കൂടിയിരുന്ന സൗഹൃദ സംഘങ്ങളായിരുന്നു അന്നത്തെ CCTV ക്യാമറ. നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും മോശപ്പെട്ട രീതിയിൽ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നതടക്കമുള്ള, ഇത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിച്ചാൽ കഞ്ചാവും അതുപോലെയുള്ള പിശാചുക്കളുമായിട്ട് വന്ന് ഒരു സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി വരുന്ന ഇതിനെല്ലാം എതിരെയുള്ള ഒരു കവചമായിരുന്നു ഈ കലുങ്ക് സഭ. അവരത് കൃത്യമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, രാഷ്ട്രീയം പറയും. അത് ചിലപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ചായിരിക്കും, പ്രധാനമന്ത്രിയെ കുറിച്ചായിരിക്കും, അവിടുത്തെ MP യെ കുറിച്ചായിരിക്കും. ഇതെല്ലാം ചർച്ച നടക്കുമെങ്കിലും ഇടയ്ക്ക് ഒരു കണ്ണൊന്ന് ഓടിപ്പോയിട്ട് അവൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, അവന്റെ കണ്ണ് ഏത് കോഴിക്കൂട്ടിലേക്കാണെന്ന് നോക്കണം. അവനൊരു ഒരു ഒരു കഴുകനോ അല്ലെങ്കിൽ ജെക്കോൺ അല്ലേ, പിന്നെ കോഴിയെ പിടിക്കാൻ വരുന്ന കുറുക്കൻ എന്ന് പറയുന്ന സ്വഭാവം എല്ലാം കൃത്യമായിട്ട് ക്യാമറ കണ്ണ് ഓടിച്ച് കണ്ടുപിടിച്ച് ഒപ്പിയെടുത്തിട്ട് പിന്നെ ചില ആൾക്കാരെയൊക്കെ രാത്രി കാലങ്ങളിൽ അവിടെ വിട്ട് മോഷ്ടാക്കളാവാം. ഇതിനെല്ലാം ഒരു കാവൽ കരുതൽ ആയിരുന്നവരായിരുന്നു കലുങ്കും പുറത്തെ സൗഹൃദ കൂട്ടം. നമുക്കത് തിരിച്ചെന്ന് വേണ്ടുന്ന കാലഘട്ടമാണ്. കാരണം ജീവിതം
ജനാധിപത്യ സമ്പ്രദായത്തിൽ നേരായി കൊണ്ടുപോകുന്നതിന്, നേരായി നടപ്പിലാവുന്നതിന് നിഷ്കളങ്കത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭരണ നിർവഹണ കേന്ദ്രങ്ങളിൽ നഷ്ടമാവുന്ന ഒരു കാലാവസ്ഥ വല്ലാണ്ട് വലുതാവുന്ന ഈ കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഒരു MP ആയി വന്നതിന് ശേഷം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ വരെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മന്ത്രിയാണെന്നും കേന്ദ്രമന്ത്രിയാണെന്നും സഹനോ വലുതോ എന്തായാലും ശരി, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു 50 ലക്ഷം കൊടുക്കണമെങ്കിൽ അത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയത്തെ ഞാൻ സഹിക്കണം. ആ രാഷ്ട്രീയം പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന സത്യമുള്ളതോ അല്ലെങ്കിൽ കൊടൂരനോ ആയ സെക്രട്ടറിയെ ഞാൻ സഹിക്കണം. ഇത് ജനങ്ങളെ അങ്ങനെ എനിക്ക് മാത്രമല്ല, അതുപോലെ ചിലപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ടാവും. അവർക്ക് വന്ന് നിങ്ങളോട് സത്യം പറയാനുള്ള വേദിയും കൂടി ഈ കലിംഗ് സമ്മേളനങ്ങളിലൂടെ സാധിക്കും, സംഗമങ്ങളാണ്. എനിക്കിപ്പോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഇവിടെ കൃത്യമായി അതിന്റെ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോ കലിംഗ് സംഗമം, കലിംഗ് സൗഹൃദ സംഗമം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശമല്ല. ഞാനിത് 2022-23 കാലഘട്ടം മുതൽ SG കോഫി ടൈംസ് എന്ന് പറയുന്ന ഒരു ലേബലിൽ ഇത് ചെയ്തിരുന്നതാണ്. 57-67 സമ്മേളനങ്ങളാണ് 2-2.5 വർഷം കൊണ്ട് നടപ്പിലാക്കിയത്. അതിൽ നിന്ന് എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കിട്ടിയ പാഠങ്ങൾ, ക്ലാസുകൾ, ലെസൺസ് എന്ന് നമ്മൾ പറയും അല്ലെ, ഒരു സിലബസിൽ നിന്നും കിട്ടത്തില്ല, കേംബ്രിഡ്ജിൽ നിന്നും കിട്ടത്തില്ല, ഓക്സ്ഫോർഡിൽ നിന്നും കിട്ടത്തില്ല. ഇത് വലിയ പഠനമാണ്. സാധാരണ അടിത്തട്ട് ജീവിതം തന്നെയാണ് ഭരണത്തിലും ഒരുപക്ഷെ അടിത്തട്ട് ഭരണ സിരാ കേന്ദ്രമെന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്ന് നേരിട്ട് നമുക്ക് ഒരുപക്ഷെ ഒരു അനുഭവ സമ്പന്നത നമുക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കുന്ന മേഖല ഈ മേഖല തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നും വലിയ പാലങ്ങളല്ല, നമുക്ക് കലിംഗുകൾ നിലനിൽക്കുന്ന അടിത്തട്ട് വർഗത്തിന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതൊരു പഠന കേന്ദ്രമാകണം. ആ പഠന കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു എളിയ വിദ്യാർത്ഥിയാണ് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങൾക്ക് പറയുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം കാണാൻ പറ്റിയെന്ന് വരില്ല. പരിഹാരം കാണുന്നതിന് എങ്ങനെ നമുക്ക് ഒത്തുപിടിച്ചാൽ നടക്കും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വേദിയിൽ ചർച്ചയാവാം. ഞങ്ങൾ വളരെ വിജയകരമായി ഉള്ളില് ഇത് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപക്ഷെ ഇതിന്റെ ഒരു പൊരുൾ മനസ്സിലാക്കിയ ഒരു ജനസമൂഹം അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്തു. പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ട എന്ത് വിഷയമാണോ രാഷ്ട്രീയപരമായിട്ടുള്ളത് അത് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഒരു എലക്ഷൻ വിജയിക്കുക അല്ലെങ്കിൽ ഭരണം പിടിക്കുക ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ജനങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ രാഷ്ട്രീയം ആ ചർച്ചയിൽ മാറും. അല്ലാതുള്ള കക്ഷി രാഷ്ട്രീയം വന്നാലും ഞാൻ വലിയ മിടുക്കലൊന്നും അല്ലെങ്കിലും എനിക്ക് ന്യായം പറയാൻ സാധിക്കും. അത് എല്ലാവർക്കും പൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് നേരെ ഇത്രയും കൂരമ്പുകൾ വരുന്നത്. ഈ പൊള്ളുന്ന ആൾക്കാരാണ് എന്നെക്കുറിച്ച് വളരെ തെറ്റായ റോങ് നെറേറ്റീവ് എന്ന് എപ്പോഴും നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചും നോർത്ത് ഇന്ത്യൻ ചാനലുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെരി റോങ്, വെനമസ്, വിഷലിബ്ധമായ ഒരു വർണ്ണന അവർ ചാർത്തി നൽകുന്നു. അത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ്. സത്യം പറയുമ്പോൾ പൊള്ളുന്നത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. അവന്മാരാണ് കരിയുഴയിലുമായിട്ടൊക്കെ നടക്കുന്നത്. അവന്മാര് തന്നെയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു മുഖവരുടെ ആവശ്യമില്ല. അത് തന്നെയാണ് ഈ കലിംഗ സൗഹൃദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഔപചാരികമായ സംസാരത്തിന്റെ കാര്യമില്ല. നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഈ ഒരു സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ടായിരുന്നു ഈ അന്നത്തെ അധികാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് പക്ഷേ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് അന്നില്ലേ 4 ആൾ കൂടി ഒരു കാര്യം തീരുമാനിക്കുക എന്ന് പറയും.
നമുക്ക് 4 ആളോട് മൂത്ത് നോക്കണ്ടേ? ഈ 4 ആളാണ് ഈ പറയുന്ന 40 ആളുകൾ അല്ലെങ്കിൽ 400 ആളുകൾ. അപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്തയല്ല. എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ്. നമ്മളൊരു സഹോദരൻ പോലെ എത്ര മുമ്പ് ഒരു സുരേഷന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ആൽത്തറകളിലും കാര്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. എല്ലാവരും വൈകുന്നേരം ഈ മൊബൈലും നോക്കി ഇന്റർനെറ്റും നോക്കി പോകുന്നു. കുറെ പേര് ടി.വി. സംസ്കാരം തന്നെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ ഫോണിലാണ്. അപ്പോ അതിൽ നിന്ന് മാറി നമ്മുടെ യുവതലമുറയ്ക്ക് അപ്പുറത്ത് പരസ്പരം ആളുകളെ കണ്ട് മനസ്സിലാക്കാനും അവരെ തൊട്ടയൽവക്കത്തുള്ള ഒരാളുടെ മുഖം പോലും പലർക്കും അറിയില്ല. നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരാളുടെ മുഖം പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. കാര്യം അത് ചിലപ്പോൾ വാട്സപ്പിൽ വന്നാൽ ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഉള്ള മാറിയിരിക്കുന്ന കാലത്ത് സുരേഷിന്റെ മനസ്സിൽ നേരത്തെ ഉദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇത് ഈ പറഞ്ഞത് ഇതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി മത ചിന്തകളൊന്നുമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അതിന്റെ പ്രധാനമായിട്ട് ഉദാഹരണമാണ്. കാര്യം സുരേഷ് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിന് നന്മ തിരിച്ചറിയുന്നുണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ വളത്തിന്റെ കൃഷി ഉണ്ടല്ലോ കർഷകരുടെ, അന്ന് സുരേഷ് ഗോപി അവിടെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, സത്യേട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു യോഗം ചേരാൻ പോവാണ്. എറണാകുളത്ത് നിന്ന് വടക്കോട്ടുള്ള കർഷകരുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് അത്രയും പഠിച്ച് അവരുമായിട്ട് സംവദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. FSCയുടെ ഉദ്യോഗസ്ഥരടക്കം വന്നിട്ട് അവരോട് മുഴുവൻ അപ്പോ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടല്ല. ഒരു ഈ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വ്യത്യാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ MP ആണ് അത്. നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും എല്ലാവരും MP ആണ്, എല്ലാവരും മന്ത്രിയാണ്. ആ ഒരു സംസ്കാരം സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്, നമ്മുടെ നാട്ടിലെ MP എന്നുള്ളത്. ഞാന് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇത് പണ്ട് രാഷ്ട്രീയത്തിലെ ചില ആളുകൾക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഗായത്രി ദേവിന്റെ അമ്മ എന്നുള്ള സിനിമ പണ്ടെടുത്തു. അത് ബാംഗ്ലൂർ വെച്ച് ഷൂട്ട് ചെയ്തു പ്രൊമോഷൻ. അപ്പൊ ജയനഗറിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് എന്നെ വെച്ച് പറഞ്ഞു, അയ്യോ ജയനഗറിൽ നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നാളെ അവിടെ മുഖ്യമന്ത്രി ആളുകളെ കാണുന്ന ദിവസമാണ്. രാമകൃഷ്ണ ഹെഗ്ഡെ ഉണ്ട്, നമ്മുടെ ജനസമ്പർക്കത്തിനും നവകേരള യാത്രയ്ക്കൊക്കെ എത്രയോ മുമ്പ് രാമകൃഷ്ണ ഹെഗ്ഡെ വരുന്ന. അപ്പൊ അവിടെ ഒരു കസേരയും കുറച്ച് ചെയർസ് വിട്ടിട്ട് അദ്ദേഹം ഇരുന്ന അന്ന് ദിവസം മുഴുവൻ ആ ജയനഗറിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് സംസാരിച്ചു. അതൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ആയ നല്ലതാണെന്ന്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് സുരേഷിന് അത് ആ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. നമുക്ക് ഇങ്ങനെയല്ല, ഇതിനേക്കാൾ വിപുലമായിരിക്കും, ഇതിനേക്കാളും ഒഫീഷ്യൽ അല്ലാത്ത രീതിയിൽ നമുക്ക് പരസ്പരം സംസാരിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾക്ക് കാതോർക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മറ്റ് വ്യത്യാസങ്ങളില്ലാതെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്ത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാനും അവർ ഇടത്തട്ടൊരു കാര്യമില്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അപ്പം അതിന്റെ ഒരു വേദിയായിട്ടാണ് നമുക്ക് ഈ ചെമ്മാപ്പള്ളിയിലെ ഈ പരിസരത്തെ ഈ സൗഹൃദ കൂട്ടായ്മയും കാണേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ കലിംഗ് സൗഹൃദം ഈ കൂട്ടായ്മ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. നേരത്തെ പറഞ്ഞ ചില അസംഭവ്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് ഈ കലിംഗ് സംഗമങ്ങൾ ഒരുപാട് ഗുണപ്രദമാവുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പൊ വിചാരിക്കുക, ഇന്ന് രാത്രി മലബാർ എക്സ്പ്രസിന് മുമ്പിൽ ചാടാൻ നിൽക്കുന്ന ഒരു കുടുംബം, അങ്ങനെ ഒരു കുടുംബം ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവർ ഈ കലിംഗ് സമ്മേളനത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ട് ഇവിടെ വെച്ച് പരിഹരിക്കപ്പെട്ടാൽ ഒരു കുടുംബത്തിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒഴിവാക്കിയെടുക്കാനും ഈ സംഗമത്തിന് സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്കിതിപ്പോ സത്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്തി വന്നതാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കണം. ആ ഒരു പ്രവണത എന്ന് പറയുന്നത് സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ അതിന്റെ പുതിയ മുഖങ്ങൾ, വികൃത മുഖങ്ങൾ നമ്മളിപ്പോ കണ്ടുവരികയാണ്. പുതുതായി കല്യാണം കഴിച്ച് സ്വീഡനിൽ ചെന്ന് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞ് ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന് വേണ്ടി കടം വാങ്ങി മുങ്ങിപ്പോയ ആൾ 25 26 വയസ്സ് പ്രായമുള്ള ഭാര്യ, മക്കളൊന്നും ആയിട്ടില്ല, തനിച്ചാക്കി ഒരു പ്ലാസ്റ്റിക് കവർ തലയിലേക്കിട്ട് കെട്ടി വരിഞ്ഞു മുറക്കി അതിനകത്തൊരു പൈപ്പ് കയറ്റി അതിലേക്ക് ഹീലിയം, നമ്മൾ ബലൂണിലൊക്കെ നിറച്ച് കയറ്റുന്ന ഹീലിയം ഗ്യാസില്ല കയറ്റി ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന
ആ ചെറുപ്പക്കാരന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിലാണ് ഞാൻ കഴിഞ്ഞ 2 ദിവസം. ഒരാളോട് ഈ പ്രശ്നം പറഞ്ഞ് എന്തെങ്കിലും പരിഹാരമാർഗം അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്ക് തിരുത്തി കുറിക്കാൻ ഒരവസരം, ഇതൊക്കെ ചർച്ചകളിലൂടെ സാധ്യമാകുന്നതാണ്. ആ ചെറുപ്പക്കാരന് അങ്ങനെ ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ കിട്ടിയില്ല, ഒരു സൗഹൃദം കിട്ടിയില്ല എന്നുള്ളതാണ് ഞാനിപ്പോ ആ വേദന അനുഭവിച്ചറിയാം. കാരണം ആ പ്ലാസ്റ്റിക് കവറിനകത്ത് മുഴുവൻ ചോര തെറിച്ച് നിറഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ ധമനികളും പൊട്ടി ശരീരം വെള്ളയായി മാറി. ഈ ഭീകരത നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചെറിയ പ്രശ്നമായിരിക്കാം, വലിയ പ്രശ്നമായിരിക്കാം, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായിരിക്കേയില്ല. എങ്കിലും അങ്ങനെ ഒരു ഒടുങ്ങലിലേക്ക് പോകാതെ ഒന്ന് വഴിതിരിച്ചു വിടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന വിചാരം, ജീവൻ നാളെ കാലത്ത് ഞാൻ ഉണർന്ന് സൂര്യോദയം കാണുമെന്ന് തീർച്ചയില്ലാത്ത നിശ്ചയമില്ലാത്ത ഒരു സമൂഹത്തിന് ആ ആത്മവിശ്വാസം ഉണ്ടാകും. നാളെ കാലത്ത് ഞാൻ സൂര്യനെ വന്നിച്ചുണരും, അമ്മ മാതാവിന് തൊട്ട് ചുംബിച്ച് കാൽപാദം സ്ഥാപിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം മതി ഇങ്ങനെയുള്ള അസംഭവ്യങ്ങൾക്കെതിരെ നമുക്ക് ചർച്ചയിലൂടെ ചില പരിഹാരങ്ങളും വഴിതിരിച്ചു വിടലും കാണുന്നതിന്. ദയവായിട്ട് 2 വാക്ക് എന്തായാലും പറയുക. സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോ ഇപ്പോ സത്യന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴും സുരേഷിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴും ഇതൊക്കെ വളരെ നൂതനമായ ഒരു ആശയമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് പണ്ട് മുതലേ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ചില സംസ്കാരത്തിന്റെ ബാക്കിപത്രമാണിതൊക്കെ, ശീലമാണത്. ഇപ്പോ സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോ നമുക്കറിയാം ഇവിടെ ആത്മഹത്യയുടെ റേറ്റും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സുരേഷ് പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. ആ ആത്മഹത്യക്ക് മുമ്പ് ഇവർക്ക് ആർക്കെങ്കിലും നമ്മളോ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു തലോടി, ഒരു നോട്ടം, ഒരു തലോടൽ മാത്രം മതി ആ ആത്മഹത്യക്ക് മാറ്റി കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജപ്തി ഉണ്ടല്ലോ, ജപ്തി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഒരു മാരകമായ ഒരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ബാങ്കിലേക്ക് ജപ്തി വരുമ്പോൾ ഇവര് ഈ മാന്യതയുടെ പേരിൽ അവർ ആരും ഒന്നും പറയില്ല. ഈ ഫാമിലി എല്ലാം അടക്കി ഒതുക്കി വീട്ടിലിരിക്കും. അവസാനം ഇവർ തീരുമാനിക്കാൻ അത് അടുത്ത വീട്ടുകാരോട് വരെ പറയാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇതേപോലെ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ ചെയ്യൂ. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്ത് നിൽക്കുന്ന അടുത്ത ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല ഇപ്പോഴത്തെ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെയാണ്. കാരണം നമ്മൾ ആർക്കും ഇതിന് സമയം കിട്ടുന്നില്ല. അപ്പൊ അതിന് അല്പം സമയം നമ്മുടെ അയൽവക്കത്തെ പ്രശ്നങ്ങളെ പറ്റി നമ്മളൊന്ന് ബോധവാന്മാരായി അവിടെ പോയി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഇവിടെ മായ്ച്ചെടുക്കാൻ കഴിയും. അത് സുരേഷിന്റെ ഈ അതായത് ഭയങ്കരമായ ഒരു നൂതനമായ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പാണ് സുരേഷ് ഗോപി എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഒപ്പമുണ്ടാവും. വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ പങ്കെടുക്കും. അത് ഞാൻ വാക്ക് തരികയാണ്. ഇങ്ങനെ കേരളത്തിൽ ഇവിടെ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ മൂലകളിലും ഇത് സംഘടിപ്പിക്കണം. ഇതൊരു കൂട്ടായ്മയാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അല്ലാതെ ഒരു മനുഷ്യൻ, അതായത് ശ്രീനാരായണ ഗുരുദേവ് പറഞ്ഞ പോലെ തന്നെ മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി. മനുഷ്യൻ നന്നായി മതിയല്ലോ, മതം എന്തിനു നമ്മൾ നോക്കണം. അപ്പൊ ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ പറയുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. എന്തായാലും എല്ലാ വിജയങ്ങളും സുരേഷിന്റെ ഈ ഇനീഷ്യേറ്റീവിനെ ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു, ഹാർദമായി സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒപ്പമുണ്ടാവും. ജയ് ഹിന്ദ്. ഒരു ഫോർമലായിട്ടുള്ള സംസാരം ഒന്നും വേണ്ട കേട്ടോ. ഇപ്പൊ സുരേഷ് എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയച്ച ജനപ്രതിനിധിയാണ്. അതിനപ്പുറത്ത് നമ്മളിൽ ഒരാളായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. എന്തെങ്കിലും നമുക്ക് സുരേഷിനോട് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുമ്പോൾ പല പ്രയാസങ്ങളും തീരുന്നേ. നമ്മൾ പറയില്ലേ, ഞാൻ അയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാറിപ്പോയി എന്ന് പറയും. ഈ സംസാരം എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു അപചാരിക്കുന്ന ഇന്നത്തെ നമ്മൾ ഇന്നൊരു തുടക്കമായിട്ടാണ്. ഇത് പല സ്ഥലങ്ങളിലും പല വില്ലേജുകളിലും ഇത് കണ്ടിന്യൂ ചെയ്യണം.
കാര്യം അപ്പൊ നമുക്കിപ്പോ ഞാൻ രാമകൃഷ്ണ ഹെഗ്ഡെയെ പറ്റി പറഞ്ഞ പോലെ അടുത്ത തലമുറ പറയണം, പണ്ട് സുരേഷ് ഗോപി കൂടെ വന്നിട്ട് ഞങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് എന്തും സംസാരിക്കാം. സാറിനോടൊരു കാര്യം പറയാണ്ട് എനിക്ക് 2 പെൺമക്കളാണ് എനിക്കുള്ളത്. അവരെ 2 ഇതിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോഴ്സ് ക്രാഷ് കോളേജിൽ ഒത്തിരി കടന്ന് എനിക്ക് പണിയെടുത്ത് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിന് എനിക്ക് മുന്നേ ഞാൻ വെള്ളാനിലെ കണ്ടപ്പോഴും സാറിനാണ് വിചാരിച്ചത്. അതെനിക്ക് പറ്റിയില്ല. ഭാര്യ ഭർത്താവും കൂടി ജോലിക്ക് പോയിട്ടും കടങ്ങളൊന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനിപ്പോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അല്ല, അത് പ്രദേശവാസികൾ അത് ബാലൻസ് ചെയ്യണം. ഞാൻ എത്ര പേരെ സഹായിക്കും, എനിക്കൊരു കുടുംബമല്ല. ഞാൻ എന്റെ മക്കളുടെ കാര്യം കൂടി നോക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ എന്റെ ഫോക്കസ് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതല്ല ഞാൻ പറഞ്ഞത്. സമൂഹത്തിന് മൊത്തത്തിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, അത് പ്രദേശവാസികൾ തന്നെ ചർച്ച ചെയ്ത് തീർക്കണം. അതിന് പരിഹാരം കാണാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാവണം, പങ്കുവയ്ക്കൽ ഉണ്ടാവണം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ ഒരു 1000 സ്ഥലത്ത് ഞാൻ ഇതുവരെ പോയി എന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം കാണാനല്ല വന്നിരിക്കുന്നത്. നമസ്കാരം. ഞാൻ പെരുങ്ങോട്ടര സ്കൂളിന് ചെറിയ സ്കൂളിന്റെ പി ടി പ്രസിഡന്റാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ വളരെ മോശം അവസ്ഥയിലാണ്. ഒരു 134 കൊല്ലത്തെ പഴക്കമുള്ള 134 വർഷത്തിലധികം പഴക്കമുള്ള സ്കൂളാണ്. അപ്പോൾ അതിന്റെ ഉള്ള ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 70-80 കൊല്ലമൊക്കെ താഴെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വളരെ ഇരിക്കുന്ന പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചോർന്നിരിക്കുന്നു. പിന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു. നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത് ഇപ്പൊ ഒരു ഹാളില് ഇപ്പൊ നമ്മൾ 3 റൂമാക്കിയിട്ട് അവിടെ ഇരിച്ചിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ അത് സാറിന്റെ അതിലേക്ക് നമ്മളൊന്ന് മെയിൽ അയച്ചിരുന്നു. അല്ല, പ്രോജക്ട് കൊടുക്കുന്നുണ്ടോ? ഏത് പഞ്ചായത്തിലാണ്? താനെ പഞ്ചായത്ത്. അതാണ് ഭരിക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ തലത്തിലും അപ്പൊ പഞ്ചായത്തിന്റെ അടുത്തൊക്കെ സംസാരിച്ചു. ഫണ്ടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം. ഇപ്പൊ ലാസ്റ്റ് ടൈം ഇപ്പൊ എന്റെ അടുത്ത് ഫണ്ടുണ്ട്. രാഷ്ട്രീയം മറന്ന് എനിക്കത് തരുമെങ്കിൽ ഞാൻ ഫണ്ട് കൊടുക്കാം. ഒരു ചെറിയ ബ്ലോക്കെങ്കിലും ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അടുത്ത് ചർച്ച ചെയ്യുന്നത്. കേട്ടാ, രാഷ്ട്രീയം നോക്കാതെ എന്റെ കയ്യില് ഫണ്ട് ബാക്കിയുണ്ട്, അതിനകത്ത് കൊടുക്കാം. ഈ വർഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ പേപ്പർ കൊടുത്തിടാം. അപ്പൊ പിന്നെ ഈ അവരുടെ രാഷ്ട്രീയം വെച്ചുള്ള വൈകിപ്പിക്കൽ നാടകമുണ്ട്. മന്ത്രിശിവൻകുട്ടി ഇപ്പൊ നാളെ തൃശ്ശൂർ വന്നപ്പോൾ അവരോട് കുറിച്ചൊക്കെ സംസാരിച്ചു നോക്കാം. അവരെ കുറിച്ച് സംസാരിച്ചു നോക്കാം. അപ്പൊ അടുത്ത സാമ്പത്തിക വർഷം ഫണ്ട് തരാമെങ്കിൽ പറയുന്നത് നമ്മളെ എത്ര വിശ്വാസം അറിയില്ല. നിങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ വേണോ? 10, 20, 30 ലക്ഷം കൊടുത്താൽ ഒരു നേരെ തീരുമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയ കമ്പനിയോട് തരാൻ പറ്റും. ജനങ്ങളുടെ ജീവിതം, കുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കരുത്. എന്റെ അടുത്ത് ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ ഇങ്ങനത്തെ ഒന്നാണ്. കേട്ടോ, ബാക്കി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുതെന്നല്ല പറഞ്ഞത്. അതാവണം ചർച്ച. അത് പ്രദേശവാസികളും ആവണം. നിങ്ങൾ പങ്കുവയ്ക്കണം ആ വേദന. അല്ല, നിവേദനം തന്നിട്ട് കാര്യമല്ല. എനിക്ക് പ്രോജക്റ്റ് എസ്റ്റിമേറ്റും പഞ്ചായത്തിന്റെ ആക്സിനെ കൊണ്ട് പ്രൊജക്ട് അപ്രൂവൽ ചെയ്തിട്ട് വാങ്ങിയിട്ട് ഓഫീസിൽ കൊണ്ടുകൊടുക്കും. ആക്സിനെ കഴിഞ്ഞിട്ടാ പ്ലാനിംഗ് ഓഫീസറെ കാണിച്ച് ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒപ്പിട്ട് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പൊതുവായിട്ടൊരു കാര്യം പറയാനാണ്. ഞാനൊരു സാമൂഹിക പ്രവർത്തകനാണ്. വയോധികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3-5-6 വർഷത്തോളമായി ഉണ്ടാക്കിയിട്ട്. അത് ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു 2 മിനിറ്റ് നേരം. നമ്മുടെ കേരളത്തില് 3.5 കോടി ജനങ്ങളിൽ ഒരു 5 ലക്ഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഒരു 5 ലക്ഷം ഗവൺമെന്റ് റിട്ടയർ ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഒരു 62 ലക്ഷം പേര് വയോധികരുണ്ട്. ഇവർക്കൊരു 1200 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു യൂണിയനുണ്ട്, ഗവൺമെന്റ് റിട്ടയർഡ് ആളുകൾക്ക് ഒരു യൂണിയനുണ്ട്, എല്ലാ തരത്തിലുള്ള
അസംഘടിതരായിട്ടുള്ള ആളുകൾക്കും ഇവിടെ യൂണിയനുണ്ട്. പക്ഷേ ഈ 1600 രൂപ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരുന്ന വയോധികർക്ക് മാത്രം ഒരു യൂണിയനില്ല. അതാണ് ഞാൻ എന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ 1600 രൂപ പോരാ. വയോധികരുടെ പിച്ചക്കാശ് കൊണ്ടാണ്, പിച്ചക്കാശല്ല, അവർ അധ്വാനിച്ചു കിട്ടുന്ന ടാക്സ് കൊണ്ടാണ് ഈ 5% വരുന്ന, ഈ 2% വരുന്ന 5 ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്കും 5 ലക്ഷം റിട്ടയർ ആയിട്ടുള്ള ആളുകളെയും തീറ്റിപ്പോറ്റുന്നത്. എന്നിട്ട് ഈ 62 ലക്ഷം പേര് വയോധികരായിട്ടുള്ള ആളുകൾ ദരിദ്രരായിട്ട് ജീവിക്കുക. അപ്പോൾ സാറിനോട് എനിക്ക് പറയാനുള്ളത്, പെൻഷൻ എന്തായാലും പോരാ, ഞങ്ങൾക്കും കൂടി കുറച്ച് കൂട്ടിത്തരണം. ഇതിനൊരു മൂവ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്രമൊത്തം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ നിയമവശം പരിശോധിച്ചതിന് ശേഷം ആ നീക്കം നിങ്ങൾ തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കാം. അതിന് ചില രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്കും ഞാൻ തുടക്കം കുറിച്ച് വയ്ക്കാം. അത്ര എനിക്ക് തൽക്കാലം പറയാൻ പറ്റും. ഈ 2 വർഷം മാത്രം മന്ത്രിമാരുടെയോ MLA-മാരുടെയോ ഒക്കെ സേവനം നടത്തിക്കൊണ്ട് അത് 10,000 എന്തായാലും 1600 അതിലും ചെറുതാണല്ലോ. ഡ്രൈവർമാരുണ്ടെന്ന് 5000 രൂപ. പിന്നെ സാർ നമസ്കാരം, എൻ്റെ ഒരു പിന്നാണ്. ഞാൻ നമ്മുടെ ആറാട്ടുപുഴ പൂരമായിട്ട് ബന്ധപ്പെട്ട് തൃപ്പയാർ തേവർ പോകുന്ന കുറെ ഐതിഹ്യങ്ങളുണ്ട്. മിക്കവാറും നമുക്ക് എല്ലാവർക്കും എല്ലാ ജാതി മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഐതിഹ്യങ്ങളാണ്. അതായത് തേവർ മീൻ പിടിക്കുന്നതും അതുപോലെ തന്നെ ചാലൂത്തുന്നതും അതൊക്കെ ആയിട്ട് ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു പൈതൃകമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവിടെ മീൻ പിടിക്കുന്ന കുളമൊക്കെ എന്ന് വെച്ചാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ആ ധർമ്മശാസ്ത്ര അമ്പലം അത്. അപ്പൊ ആ പൈതൃകങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ശരിക്കും ടൂറിസം മേഖലയിൽ വളരെയധികം മാറ്റം വരുത്താൻ കഴിയും. കാരണം ഇത് ഈ പൈതൃകങ്ങളെ കാതുറക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ആ സമയത്തുള്ള പത്രങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പൊ ഇതിനൊക്കെ ജനപ്രളയം തന്നെയായിരിക്കും അവിടെ എത്തിച്ചേരുക. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നില്ല. ടൂറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, സെൻട്രൽ സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് മനസ്സിലാക്കി ഇപ്പൊ ആറാട്ടുപുഴ പൂരവും അതിന്റെ കൈവഴികളെല്ലാം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു ഡിസൈൻ സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ടെങ്കിൽ, സ്റ്റേറ്റിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനുണ്ടെങ്കിൽ അവരതിന് 1 കോടി കൊടുക്കുമെങ്കിൽ 1 കോടി കേന്ദ്രം കൊടുക്കുന്ന പദ്ധതിയുണ്ട്, 50 ലക്ഷം കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അപ്പൊ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യും. പക്ഷെ സ്റ്റേറ്റ് ആദ്യം ഇതിന്റെ പങ്ക് എന്താണെന്നുള്ളത് അറിയിച്ചതിന് ശേഷമാണ് ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്ന് തീരുമാനിച്ച് സെന്റർ ഇത് ചെയ്യുന്നത്. ഞാൻ കൈയാളുന്ന മന്ത്രാലയമായതുകൊണ്ട്, മിനിസ്ട്രി ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ മാത്രമാണ് സാധ്യത. ഇപ്പോ ഏതാണ്ട് 3800 കോടിയാണ് സാസ്കി എന്ന് പറയുന്ന ഒരു സ്കീമിൽ ഇന്ത്യയിൽ ആകമാണ്. ഒരു സ്റ്റേറ്റിന് 2 പ്രോജക്റ്റ് വെച്ചു. കേരളത്തിന് 2 പ്രോജക്റ്റ് തന്നു. അതിൽ 2-1 വെറും പൊട്ടയായിരുന്നു. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, തിരിച്ചയച്ചു. പക്ഷെ ഞാൻ കൊല്ലത്ത് ഇത് ഒരെണ്ണം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ കൊല്ലത്തുനിന്നൊരു പ്രോജക്റ്റ് എനിക്ക് പിക്ക് ചെയ്യാൻ സാധിച്ചു. ഇത് തരികയാണെങ്കിൽ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. അത് എഴുതി തന്നു. അതിന്റെ ഒരു പ്രോജക്ട് DPR മുഴുവൻ ദിവസങ്ങൾക്കുള്ളിൽ ബിജു എന്ന് പറയുന്ന ടൂറിസം സെക്രട്ടറി തന്നു. ഈ 2 പദ്ധതികൾ, ഒന്ന് സർഗാലയ കണ്ണൂർ വടകര, ഒന്ന് കൊല്ലം അഷ്ടമുടി ഡൈവേഴ്സിറ്റി, 2 പദ്ധതികളും ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പണം. അപ്പൊ അതുപോലെ സ്റ്റേറ്റ്, അതിനകത്ത് സ്റ്റേറ്റ് കമ്പോണന്റ് ഇല്ല. ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഒന്നിന് 100 കോടിയും ഒന്നിന് 69 കോടി. ഇതുപോലെ ഓരോ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കി അതിലേക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പോണന്റ് പാർട്ടിസിപ്പേഷൻ എത്ര എന്ന് വ്യക്തമാക്കിയാൽ അതിനെ ഒരു സ്കീമിൽ പെടുത്തി കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കും, ടൂറിസം വകുപ്പിന് ചെയ്യാൻ സാധിക്കും, കൾച്ചർ മിനിസ്ട്രിക്ക് ചെയ്യാൻ സാധിക്കും. കൾച്ചർ എന്റെ വീട്ടിലല്ല, പക്ഷെ അത് ചെയ്തെടുക്കാൻ സാധിക്കും. കേരളത്തിന് വേണ്ടി ഒരുപക്ഷെ കൾച്ചർ മിനിസ്റ്റർ തന്നെയാണ് ടൂറിസം മിനിസ്റ്റർ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് വാതാടി അത് നേടിക്കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ സ്റ്റേറ്റ് കൃത്യമായി ഇത് ഗുണപ്രദമാവും,
ഇത് അത്യാവശ്യമാണ്, ഇതൊരു അനിവാര്യതയാണ് എന്ന് തീരുമാനിച്ച് പദ്ധതികൾ തരികയാണെങ്കിൽ സാധിച്ചു കൊടുക്കാം. ഇപ്പൊ 50 പുതിയ ഡെസ്റ്റിനേഷൻസ് ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പെറ്റ് പ്രോജക്റ്റാണ്. അതിനകത്ത് ഇന്നലെ കാലത്ത് അതിന്റെ കൺസൾട്ടേഷൻ തുടങ്ങി, ഡിസ്കഷനും തുടങ്ങി. ആ ഡിസ്കഷനിൽ ശിഖ എന്ന് പറയുന്ന ജോയിന്റ് സെക്രട്ടറി ഇവിടുന്ന് വന്നിരുന്നു. ശിഖയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 പ്രോജക്റ്റിന് വേണ്ടി പിടിച്ചോണ്ടാം. കാരണം 28 സംസ്ഥാനങ്ങൾക്കും 8 യൂണിയൻ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 36 പോയി. അവശേഷിക്കുന്ന 14 പ്രോജക്റ്റിൽ നിന്ന് കേരളത്തിന് രണ്ടാമത്തത് കിട്ടുന്ന തരത്തിൽ പ്രോജക്റ്റ് തരണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ കൊച്ചിയിലേക്ക് ഇന്നലെ വന്നത്, തൃശ്ശൂരെത്തിയത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. 2 പദ്ധതികൾ കൂടി. ഒന്ന് മലമ്പുഴ ഉദ്യാനത്തിന് ഒരു 4-5 വർഷമായിട്ട് അവിടെ പാലക്കാടുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ആതിഥേയരാണ്, ഞങ്ങൾക്ക് മാനക്കേടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ദുഷിച്ച ഒരു അവസ്ഥയിൽ, ഒരു ദുരന്താവസ്ഥയിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞതിനെ മനഃപൂർവ്വം എടുത്ത് ആ പദ്ധതിയിൽ കയറ്റി അതിലും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. 59 കോടിയോ 69 കോടിയോ അതിനും സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് കൃത്യമായി വിലയിരുത്തി ഇത് ഗുണഭോഗം എന്ന് പറയുന്നത് അതിന്റെ പാരമ്യതയിലാണ്. ഇത് പാരമ്യതയിലേക്ക് വളരുന്ന ഒരു സമ്പ്രദായമായി മാറും. അതിന് നമുക്കിപ്പോ തുടക്കം കുറിച്ച് വെക്കണം എന്ന് പറയുന്നതിന്റെ എല്ലാം ഒരു സോഷ്യൽ ഇവാലുവേഷൻ നടക്കും. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾക്കാണ് കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ച് എനിക്കറിയാം. ഒരുപക്ഷെ പൂരത്തിന്റെ തുടക്കം എന്ന് പറയുന്ന ആറാട്ടുപുഴയിലാണ്. ഇവിടെ ഉണ്ടായ ഒരു അവഹേളനത്തിന്റെ പുറത്താണ് ഒരുപക്ഷെ ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തൃശൂർ പൂരം എന്ന് പറയുന്നത് അവതാരമെടുക്കുന്നത്. അതൊരു അവതാര പുരുഷന്റെ മിടുക്കാണ്, അല്ലെ? പക്ഷെ ആറാട്ടുപുഴ പൂരത്തിന് ഉറപ്പായിട്ടും അതിന്റെ സ്ഥാപിത കാലം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ, ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് കൊടുക്കപ്പെടേണ്ട മര്യാദ എന്താണെന്ന് സംസ്ഥാനം പറയട്ടെ, നമുക്ക് നോക്കാം. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നാട്ടില് പഞ്ചായത്തില് 9-ാം ടെമ്പിൾവാർഡാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഹൈവേയുടെ ടെമ്പിൾവാർഡ്, ഹൈവേയുടെ ഭാഗത്തിന്റെ കിഴക്ക് ഭാഗം, ടെമ്പിളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 10-30 വീടുകളിൽ ഇപ്പോഴും വെള്ളത്തിലുണ്ട്. കുറെ കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോ റോഡ് നിർമ്മാണം കാരണം വന്നതിന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ആറോ ആരോ അവിടുത്തെ വിളിച്ച് അന്വേഷിക്കേ, പഞ്ചായത്തിൽ അന്വേഷിക്കേ. അല്ല, ആറോ വേണം, വീഡിയോ പോലെ ഫോണിങ്. സുചിത്ര നോക്കി പ്രോജക്ട് അല്ല, പഞ്ചായത്ത് അത് ചോദ്യം ചെയ്തില്ലേ? പഞ്ചായത്തിനോട് പറഞ്ഞ് ഞങ്ങൾ ഇതായി ഇതിന്റെ ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയം അത്രയ്ക്കധികം ഞങ്ങൾ എങ്ങനത്തെ പഞ്ചായത്ത് വരണമെന്ന് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കേ. ഈ ഒക്ടോബറിൽ അതൊക്കെ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിച്ചാ പോരാ, നിശ്ചയിക്കണം. എന്തായാലും ഞങ്ങൾ പിടിച്ചെടുക്കും. ആവണിശ്ശേരി അല്ല, വാർഡ് പിടിച്ചെടുത്തില്ല. പഞ്ചായത്ത് വരുന്ന സെക്രട്ടറിമാരെ നിലയ്ക്ക് നിർത്തണം, വരച്ച വരെ നിർത്തണം. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. ആ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും, എല്ലാ തെരഞ്ഞെടുപ്പ് പ്രതിനിധികളും 3 പ്രധാനപ്പെട്ട കക്ഷികളിൽ നിന്നും പിന്നെ സ്വതന്ത്രന്മാരുണ്ടെങ്കിൽ അവരെല്ലാം ഒത്തുപിടിക്കണം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊമ്പൊന്നുമില്ല. ആവണിശ്ശേരി പഞ്ചായത്ത് തൃശ്ശൂരിലെ ഏക പഞ്ചായത്ത് 2 ഉണ്ടായിരുന്നു, തിരുവല്ലാമല. അവിടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചത് പോയതാണ്. ഇനി ആവണിശ്ശേരി പഞ്ചായത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ, ഇപ്പോ 10 വർഷമാകാൻ പോകുന്നു ഈ നവംബറിൽ. അവിടെ അന്വേഷിച്ചോളൂ. രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്തു, ഇപ്പോ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട MP ആയി വന്നതിന് ശേഷം എന്തൊക്കെ അവിടെ ചെയ്യാൻ സാധിച്ചു. അത് എന്റെ മിടുക്കല്ല, ആ പഞ്ചായത്തിന്റെ മിടുക്കാണ്.
ആ പഞ്ചായത്ത് BJP ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന 6 റോഡുകളാണ് ഉയർത്തി അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കും വേണ്ടേ? അപ്പൊ വരണം, ഇങ്ങനെ തരണം, ഞങ്ങളങ്ങ് എടുക്കും. അത്രയും പറഞ്ഞത് രാഷ്ട്രീയം പറയാതെ നിർവഹണം. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞു നോക്കണ്ട കാര്യം പറഞ്ഞു. അടുപ്പിച്ചു പിടിക്കും. ചേട്ടാ ചേച്ചി നമ്മളെ ജനങ്ങളെ അറിയേണ്ടത് ഞാൻ അടിപൊളി ഓടാൻ എനിക്ക് ജൂണിൽ തലയിൽ വന്നിട്ട് ഓപ്പറേഷൻ ഇത് കഴിഞ്ഞാണ്. ഫിക്സായിട്ടായിരുന്നു അവസാനം. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇതിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് വർക്കാണ് ചെയ്തിരുന്നത്. പിന്നെ അത് കണ്ണിന് പറ്റാത്ത കാരണം പിന്നെ എനിക്ക് പോക്കുവരവിനുള്ള പിന്നെ പൈസ ബുദ്ധിമുട്ടുണ്ട്. പോക്കുവരവ് ഓട്ടോറിക്ഷയിൽ പോകണം വരണം. ഞാൻ അതിന്റെ സാങ്കേതികത പറയും. ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായിട്ട് PMNRF കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ തഹസിൽദാരും വില്ലേജ് ഓഫീസറൊക്കെ വിചാരിച്ചാൽ അതിനെന്റെ ഓഫീസിൽ പോയി അതിന്റെ ഫോം ഒരു 8-9 മാസത്തോളം 1.5 വർഷം കഴിഞ്ഞു. ഓഫീസിൽ ഞാൻ കൊടുത്തു. പിന്നെ അതിന്റെ ഒരു ഇതും കാണാണ്ട് വന്നപ്പോ ഞാൻ അല്ല, അതിന്റെ മറുപടി വരുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വരും. കയ്യിൽ തരില്ല കാശ്. ആശുപത്രിയിൽ ഏത് ആശുപത്രി? ആശുപത്രിയിൽ ചികിത്സക്ക് കിടക്കുന്ന സമയത്ത് കിട്ടുന്നു. പോക്കുവരവിന് ഭക്ഷണത്തിന് ഞാൻ പറയട്ടെ, ഇതുവരെ ഞങ്ങൾ ചെലവ് ചെയ്തു. ഇത് ചെയ്യാൻ അവസ്ഥയായപ്പോ സാറിനെ കാണാൻ വേണ്ടി വന്നത് മാത്രം. ഇനിയൊരു ഓപ്പറേഷൻ തന്നെ വേണം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തലേന്ന് വയറ് കട്ട് ചെയ്തിട്ട് വയറ്റ് വെച്ചു. ഇത് തലേന്ന് പൂർണ്ണമായി വിട്ടു പോയല്ലാതെ കണ്ടിട്ട് 2 വർഷത്തോളം ആവാറായി ചികിത്സ നടത്തുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ
പഞ്ചായത്തിന് 11 വാർഡില് മത്സരിക്കുന്ന ആളാണ്. റോഡുകളൊക്കെ ആകെ നാശമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന് ഫണ്ടില്ലെന്ന് പറഞ്ഞത് നമുക്ക് അവിടെ ചോദിച്ചാലും ഒന്നും ശരിയാക്കാൻ പറ്റുന്നില്ല. ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ സാറിന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അവിടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പോലെ അവിടെ ഇപ്പോ റോഡ് താറിയിലുണ്ടാക്കി ചെയ്യുന്ന മൊത്തം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ടൈൽ വിരിക്കുന്ന നിയമം പറയുന്നത് MP ഫണ്ടിൽ പുതിയ റോഡ് ഉണ്ടാക്കാൻ പഴയ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ MLA ഫണ്ടിൽ MP ഫണ്ടിൽ പറ്റും. പുതിയ റോഡ് ഉണ്ടാവില്ല. പുതിയ റോഡുകൾ പണിയാം. പുതിയ റോഡ് ചെയ്യും. അത്രയും ഇത് വന്നിട്ട് ഞാൻ പോയതിനു ശേഷം ഞാൻ അവിടെ പറയാൻ വേണ്ടി ചേട്ടാ ഇതിലും മുന്നേ അതിൽ ചേട്ടനോട് കേട്ടുകൂടാത്ത ചേച്ചി വാ ശരിയാക്കും ഫോൺ എടുക്കുന്നില്ലെന്ന് നമസ്കാരം. എനിക്ക് അത്യാവശ്യം ഇവിടുത്തെ ജനവാസം അങ്ങനെ എന്നെ എന്നെ ഉടനെ എന്റെ ഫോണിൽ വിളിക്കണം. ഞാൻ പ്രിപ്പയർ ഇല്ല എല്ലാവർക്കും നമസ്കാരം. സാർ, എനിക്കിവിടെ പറയാനുള്ളത് ഇത് തീരദേശ മേഖലയാണ്. 1-ാം വാർഡാണ് സാറടക്കം ഇരിക്കുന്ന 1-ാം വാർഡാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുടിവെള്ളത്തിനാണ്. ഞങ്ങൾ ജലജീവൻ മിഷൻ പദ്ധതി വളരെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കാനിരുന്നാണ്. ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. അതുപോലെ തന്നെ പൊതുജലാശയങ്ങളുണ്ട്. അതായത് പൊതുകുളം ഈ 1-ാം വാർഡിൽ കുറച്ച് തൊട്ടടുത്തേക്ക് ഉണ്ട്. ആ കുളം കെട്ടി സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ എല്ലാ പ്രാവശ്യം ആവശ്യപ്പെടുന്നതാണ്, ഗ്രാമസഭയിൽ. ഇതുവരെ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. മലിനമായി കിടക്കുകയാണ്. ആ കുളം സംരക്ഷിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒട്ടനവധി പേർക്ക് ആ വെള്ളം ഉപയോഗപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ശ്രീരാമൻചിറ സംരക്ഷിച്ചു കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വിധിയുള്ളതാണ്. അതും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിന് സമരം നേതൃത്വം നയിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ അതും അംഗീകരിക്കപ്പെട്ടില്ല. അത് ആ ശ്രീരാമൻചിറ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ജലസ്രോതസ്സുകളും സമൃദ്ധമായിരിക്കും. അതുപോലെ തന്നെ കാർഷിക ആവശ്യങ്ങൾക്കും ആ ശ്രീരാമൻചിറ ഉപയോഗിക്കാം. ഈ 1-ാം വാർഡിന്റെ മെമ്പർ ആരെങ്കിലും 1-ാം വാർഡിന്റെ മെമ്പർ പ്രജിഷ ഉണ്ടോ ഇവിടെ?
ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു ഏൽപ്പിക്കാം. അമൃത് സരോവർ എന്ന് പറയുന്ന പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ മാത്രം വിഹിതം വെച്ചാണ് അത് ചെയ്യുന്നത്. അത് ജലാശയങ്ങൾ വികസിപ്പിക്കണമെങ്കിൽ വികസിപ്പിക്കാനും അത് റെസ്റ്റോർ ചെയ്യുന്നതിനും അതിന്റെ റീറ്റെയിനിങ് വാളൊക്കെ കെട്ടി അത് ഉപയോഗപ്രദമായി മാറ്റുന്നതിന് വേണ്ടുന്ന സ്കീമാണ് അമൃത് സരോവർ. അത് പക്ഷേ എനിക്ക് ആ പഞ്ചായത്തിന്റെ മെമ്പറോ അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറി ആരെങ്കിലും ഉണ്ടെങ്കിലാണ് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ആ പദ്ധതിയിൽ കയറി അപേക്ഷിക്കാം. അത് പറ്റുന്നില്ലെങ്കിൽ അമൃത് സരോവറിൽ ഇതിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നുള്ള ആൾക്കാർ എന്റെ ഓഫീസിലോട്ട് അയക്കുക. നാളെ തന്നെ അയക്കുക. ഈ ജൽജീവൻ മിഷനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ മുക്കിലും മൂലയിലും ഇതിന്റെ പൈപ്പുകൾ പോകുന്നതല്ലേ? ഇവിടുന്ന് എത്ര ദൂരെയാണ് വലിയ പൈപ്പ് വന്നിരിക്കുന്നത് ജൽജീവൻ മിഷന്റെ? എത്ര ദൂരെയാണ്? 100 മീറ്റർ. ഓ, 100 മീറ്റർ അപ്പുറത്തുണ്ടോ വലിയ പൈപ്പ്? അത് ജൽജീവനല്ല. ഞാൻ പറയുന്നത് ജൽജീവൻ മിഷൻ അടുത്തൂടെ പോകുന്ന വലിയ പൈപ്പ് മെയിൻ ലൈൻ ഇവിടുന്ന് എത്ര ദൂരെ കൂടെയാണ് പോകുന്നത്? 2 കിലോമീറ്റർ. എഴുതി തരാൻ ചോദിക്കുന്നു. തഹസിലിൽ പോയി എടുക്കണം, അതിന്റെ സർവേ എടുക്കണം. ഏതൊക്കെ സർവേ നമ്പറിൽ കൊണ്ടാണ് നമുക്കത് വരേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് എടുത്ത് ഓഫീസിൽ തരും, മിഷന് കൊടുക്കാം കേട്ടോ. ഈ രാമൻചിറയെ സംബന്ധിച്ച് എനിക്ക് അന്വേഷിക്കണം. എനിക്കറിയത്തില്ല എങ്ങനെയാണ് അത് സാധ്യമാണെന്ന് എനിക്കറിയത്തില്ല. ഹൈക്കോടതിയുടെ വിധി എന്താണ്, എന്നാണ് ആ വിധി വന്നത്? 11-12 വിധി വന്നു. അപ്പൊ 11 മുതൽ 16 വരെ ഭരിച്ചവരത് ചെയ്തില്ല. 16 മുതൽ ഇപ്പോ ഈ 26 വരെ ഭരിക്കാൻ പോകുന്നവരും അത് ചെയ്തു. 3 പ്രാവശ്യം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് വല്ലാത്ത പിഴവായി പോയി എന്ന് ഞാൻ പറഞ്ഞ് അവസാനിക്കും. അതുകൊണ്ടാണ് അല്ല, അത് പഞ്ചായത്തിന്റെ, അത് വലിയ പദ്ധതിയാണ്. അത് ഇറിഗേഷൻ. ഇപ്പൊ 2000 വാട്ടർവേസ് ഇറിഗേഷൻ അവർക്കേ അത് ചെയ്യാൻ പറ്റും. അത് പഞ്ചായത്തിനെ എന്നിട്ട് പറയും ചെയ്യാൻ. നമസ്കാരം സാർ. 2036 ഒളിമ്പിക്സിന് വേണ്ടി നമ്മൾ ബിഡ് എന്നുള്ള ശ്രമം നടക്കുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള ഏക സിന്തറ്റിക് ട്രാക്കുള്ള ഇത് നാട്ടി ഫിഷറീസ് സ്കൂളിലാണ്. 70ഓളം നാഷണൽ ഗോൾഡൻ മെഡലുകൾ നേടിയിട്ടുണ്ട് അവിടെ ഒരു സംവിധാനം വെച്ചിട്ട്. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലേക്ക് വരികയാണ്. പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ട്. കേന്ദ്രം പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഉണ്ട്. നാട്ടി ഫിഷറീസ് സ്കൂളിൽ അല്ല, പുതിയത് വരുന്നു. അതുപോലെ കോർപ്പറേഷൻ സ്റ്റേഡിയം കഴിഞ്ഞ 3 വർഷമായിട്ട് വഴങ്ങാതെ പിടിച്ചു വെച്ചിരുന്നത് ഇപ്പൊ ഇലക്ഷൻ അടുത്തത് കൊണ്ട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ തരാൻ തയ്യാറാണ്. സായി ഇവിടുന്ന് കളഞ്ഞിട്ട് പോയി. ആ സായി ഇനി തിരിച്ചു കൊണ്ടുവരണം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ മാത്രമേ അത് നടക്കൂ. അത് കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങി. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഓൾറെഡി സാധനമുണ്ട്. അപ്പോ ഇത്രയും മെഡലുകൾ അവിടെ നേടിയിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾ അത് ഉപയോഗിച്ച്. ഒളിമ്പിക്സിനെ എങ്ങനെ നമ്മൾക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതാണ് എനിക്ക് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് പറഞ്ഞോളാം. എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് സജ്ജമാവണം. സജ്ജമാക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മാർഗം? നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇതിന് പ്രധാനമാണ്. ആ സംവിധാനം കൃത്യമാണ്. അവരത് വാഗ്ദാനമായിട്ട് ഒതുക്കില്ല, ചെയ്തു തരുമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചെയ്തു തരാൻ ഒരു കേന്ദ്ര സംവിധാനം വരുമ്പോൾ അതിനിട്ട് രാഷ്ട്രീയ കല്ല് വെക്കാതിരിക്കുക, പാര വെക്കാതിരിക്കുക, എങ്കിലും ചെയ്യും. 2016 മുതൽ എയിംസ് മുടങ്ങിക്കിടക്കുക. തൃശ്ശൂരിനല്ല, കേരളത്തിൽ മുടങ്ങിക്കിടക്കുക. വഴങ്ങണം. ഇവർക്കൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു ദേശീയ ഡിസൈൻ ഉണ്ടാവും എയിംസിന്.
അത് കേന്ദ്രത്തിന്റെ ഡിസൈനായിരിക്കും, വഴങ്ങേണ്ടി വരും. 60 കിലോമീറ്റർ നീളത്തിൽ കടൽത്തീരമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പദ്ധതി മന്ത്രിയുടെ മനസ്സിലുണ്ടോ ഈ തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ മറ്റെല്ലാ മേഖലയും ഉദ്ദേശിച്ചത്? തീർത്തും കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്, അവകാശമാണ്. അവർ തന്നെയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിനകത്ത് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും കോസ്റ്റൽ റെഗുലേഷൻ അതിന്റെ സോണും ആ സോണിന്റെ മര്യാദകളും എല്ലാം പാലിച്ച് ചെയ്യുന്നിടത്ത് കേന്ദ്രത്തിന്റെ പങ്കാളിത്തം വരണമെങ്കിൽ അതിനുവേണ്ടി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം. സാറേ നമസ്തേ, പേര് സുധരനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മള് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാക്ഷേത്രമാണ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഞാൻ സാറിന്റെ മുന്നിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇന്ന് വരെ അവിടെ വലിയൊരു കളവ് നടന്നിരുന്നു, വലിയ കളവ്. തന്ത്രി അന്ന് തന്ത്രിയുടെ സ്വർണം വരെ അതിന് നഷ്ടപ്പെട്ടു, അമൂല്യ രത്നങ്ങൾ, പിന്നെ തിടമ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പക്ഷെ വലിയൊരു ശക്തി അതിന്റെ പിന്നില് ഉള്ളത് കൊണ്ട് അവിടെ ഇതുവരെ ആ കേസ് ഒന്നും അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണമില്ല. അങ്ങയുടെ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ക്ഷേത്രം. പക്ഷെ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വളരെ വേദനയിലാണ് ഈ സംഭവത്തിൽ. ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പക്ഷെ വലിയ ഒരു അന്വേഷണ സംഘത്തെ നമ്മുടെ കേരള സർക്കാർ അതിനെ വിനിയോഗിച്ചെങ്കിലും എവിടെയോ അവര് മുടങ്ങിപ്പോയി. സാറ് അടിയന്തരമായി ഇതൊരു അന്വേഷണം നടത്തുന്ന വെച്ച് അതൊന്ന് ഒരു കൃത്യമായി എനിക്കറിയില്ല, ഒരു 15 വർഷത്തിന് മേലെയായിട്ടുണ്ട്. 15 പോരാ, 20 വർഷം. ഞാൻ നോക്കട്ടെ, അന്വേഷിക്കും. ഓക്കെ, താങ്ക് യു സാർ. സാറേ നമസ്കാരം. ഞാൻ കഴിഞ്ഞ വർഷം ആർമിയിൽ റിട്ടയർ വന്ന ആളാണ്. എനിക്ക് ഈ നമ്മളിവിടെ കൂടിയിരിക്കുന്ന 1-ാം വാർഡ് താന്യം പഞ്ചായത്തും താന്യം പഞ്ചായത്തിലും 1-ാം വാർഡ് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരുപാട് അന്തർദേശീയ വോളിബോൾ കളിക്കാരും ഒരുപാട് പോലീസുകാരും പട്ടാളക്കാരും 1965 പാകിസ്ഥാൻ യുദ്ധത്തില് വീരമൃത്യു വരിച്ച ഗണ്ണർ സൈദലവി വരെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് ഇന്ന് വരെ മാക്സിമം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ 1-ാം വാർഡിൽ ഉണ്ടായിരുന്നു. എല്ലാവരും CPM അല്ലെങ്കിൽ CPI. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഒരു 200 മീറ്റർ 250 മീറ്റർ വീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ട്. പുഴയിൽ നിന്ന് 6 മാസം പുഴയിൽ ഉപ്പുവെള്ളം കടക്കണ പുളിക്കെട്ട് എന്ന് പറഞ്ഞ സ്ഥലം വർഷങ്ങളായിട്ട് അവർ ടെമ്പററി ആയിട്ടാണ് അത് കെട്ടുന്നത്. പക്ഷെ അത് വെള്ളം കടന്ന് ഇവിടുത്തെ കിണറിലും എല്ലാത്തിനും ഉപ്പുവെള്ളമായി. ഇത് ഞങ്ങള് ഒരു 200 വീട്ടുകാരിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്ത് കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി മറുപടി പറഞ്ഞു അടുത്ത വർഷം ഞങ്ങൾ 45 ലക്ഷം പാസ്സാക്കിയിട്ട് ഏപ്രിലിൽ ഇത് പണി ചെയ്യുന്നു. അതിനു മുന്നേ പറഞ്ഞ 30 ലക്ഷം രൂപ നമ്മുടെ MP മന്ത്രിയായ സുരേഷ് ഗോപി സാറിന്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അവര് പറഞ്ഞു ആ ഫണ്ട് ഇല്ല, ഇത് ഓൾറെഡി ഞങ്ങൾ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപ 15, 20, 10. പക്ഷെ പണി എന്ന് നടക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അടുത്ത ഏപ്രിലാണ്. എനിക്ക് ആ വിഷയമല്ല പറയാനുള്ളത്, അത് പറഞ്ഞു. ഈ അടുത്ത വർഷം നീ ഒന്നും ചെയ്യണ്ടടാ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ടുവന്നോളാണ്. അതെ, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇത്രയധികം സ്പോർട്സുകാർ ഉള്ള സ്ഥലം.
അന്തർദേശീയ ഈ നമ്മുടെ ജ്യോതിഷ് വരെ ഇവിടെ കളിച്ചിട്ടാ വളർന്നത്, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. ഒന്ന് ഹൈദ്രോസ്, പിന്നെ കുഞ്ഞിക്കള മാഷ്, വീരാ മാഷ്, എല്ലാവരും ഇവിടുത്തെ കളിക്കാരാണ്. അല്ലെ ഈ ഇതിന്റെ അറ്റത്ത് ഒരു 12-13 ഏക്കർ സ്ഥലം അവർ ഈ കുടിവെള്ളം അതൊക്കെ എങ്ങനെയെങ്കിലും വിറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ആ 13 ഏക്കർ സ്ഥലം അത് ഞങ്ങളൊരു സമരം ചെയ്ത് എന്റെ പാർട്ടിക്കാരെയും കൂട്ടി കരുവന്നൂർ മോഡലിലൊരു സമരം ചെയ്ത് ആ DPR മേടിച്ചു തന്ന് എസ്റ്റിമേറ്റ് തന്നാൽ ഞാൻ എന്ന് തരുന്നോ അതിന്റെ പിറ്റേന്ന് ഒപ്പിട്ട് കൊടുക്കാം. അതിൽ കൂടുതൽ ഒന്നും അതിൽ പറയുന്നത്. അതിപ്പോ 30 ലക്ഷമല്ല 47 ലക്ഷമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനീ പറഞ്ഞു ഗ്രൗണ്ടിലെ സായിനെ കൊണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഈ ഇതിന്റെ അത് പിന്നത്തെ കാര്യം, അത് പരിശോധിക്കണം. അതുപോലെ തന്നെ സായിക്ക് അങ്ങനെ തുറസായ ഒരു സ്ഥലം തന്ന് അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് സ്റ്റേഡിയം അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഇപ്പൊ അവരെങ്ങാണ്ട് 40 കോടിയോ 50 കോടിയോ ആണ് ചെലവാക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കം ഈ ഏരിയയില് ഏരിയയിലൊരു സ്റ്റേഡിയം ഉണ്ടായി കഴിഞ്ഞാല് അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. സ്റ്റേഡിയം ഉണ്ടാക്കട്ടെ, സ്റ്റേറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കട്ടെ. അതിനകത്ത് പങ്ക് വരും. സ്റ്റേറ്റ് അവരുടെ പങ്ക് ചേരണം. ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. സ്റ്റേറ്റിനെ കൊണ്ട് നടക്കത്തില്ല. ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടണം. അതിന് ഞാൻ നിൽക്കാം. ഓക്കെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പറ്റില്ല. സുരേഷേട്ടാ, കുടിവെള്ളത്തിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ വലപ്പാട് പഞ്ചായത്തിലൊരു മെമ്പറാണ്. ഈ തീരദേശത്തുള്ള ഒരു 4-5 പഞ്ചായത്തുകളിൽ ഈ കുടിവെള്ളത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ അതിന്റെ കാരണമായിട്ട് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഈ 2007 കിഫ്ബിയുടെ പ്രൊജക്ട് പ്രളയമൊക്കെ വന്നിട്ട് പിന്നെ നടന്നില്ല. അതിനുശേഷം ഈ കോൺട്രാക്ടറും ഗവൺമെന്റും തമ്മിൽ കേസിനൊക്കെ പോയി അത് കുറെ നാൾ നീണ്ടുപോയി. 2023 ആ കേസ് തീർന്നത്. പക്ഷെ അത് വീണ്ടും റീടെൻഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ കിഫ്ബിയുടെ പ്രൊജക്ട് ജൽജീവൻ മിഷൻ വരുന്നതിന് മുമ്പ് വന്നു എന്നുള്ളത് കൊണ്ട് ജൽജീവൻ മിഷന്റെ കീഴിൽ ഈ ജലസംഭരണി നിർമ്മിക്കാനുള്ള പ്രൊജക്ട് സ്റ്റേറ്റ് വെക്കുന്നില്ല. ഇപ്പൊ നിലവിൽ തീരദേശത്തുള്ള ഏകദേശം 9ഓളം പഞ്ചായത്തുകളിൽ ഒരാഴ്ച ഇടവിട്ടിട്ടാണ് കുടിവെള്ളം വരുന്നത്. അതായത് 7 ദിവസം വരില്ല, പിന്നെ ഒരു 3 ദിവസം വരും, പിന്നെ ഒരു 7 ദിവസം വരില്ല. അതോടൊപ്പം ഇപ്പൊ ജൽജീവൻ മിഷന്റെ ഹൗസ് കണക്ഷനുകൾ HTC കണക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതായത് 1.5 വർഷമായിട്ട് ടാപ്പ് ഉണ്ട് വീടിന്റെ മുമ്പിൽ, പക്ഷെ അതിൽ വെള്ളം വരുന്നില്ല. അങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഈ ജൽജീവൻ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്റ്റേറ്റ് തീരുമാനിക്കണം. മിക്കവാറും എല്ലാം റെയിൽവേ ഒഴിച്ചു ബാക്കിയില്ല. റെയിൽവേക്ക് പോലും സ്റ്റേറ്റ് സ്ഥലം എടുത്ത് തന്നാലേ നമുക്ക് ചെയ്യാനാക്കും. ഇപ്പൊ ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പ് അധികം വേണം, ഒരു എക്സ്ട്രാ ലൈൻ വേണം. ഇവിടെ സ്ഥലം ഈ സ്റ്റേറ്റ് BJP കൊടുത്താൽ കൃഷിയെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഞങ്ങൾ ആദ്യം വണ്ടിക്കാട് പാടശേഖര കമ്മിറ്റിയുടെ സത്യസാരം അറിയാം. അതിൽ ആകെ 1648 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആദ്യം. ഇനിയിപ്പോൾ 456 ഏക്കർ സ്ഥലം ഞങ്ങൾ 3 വർഷമായിട്ട് ചായൂർ കോവിലാകുമ്പോൾ വേണ്ടി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ അവിടെ ഒരു എന്തോ ചെറിയ കളികളൊക്കെ നടക്കുന്നുണ്ട്. ഇറിഗേഷന്റെ വെള്ളം നമുക്ക് ശരിക്കും കൊണ്ടുവരാൻ പറ്റാത്ത കാരണം 3 വർഷമായിട്ട് കർഷകർക്ക് 452 കർഷകർ കഷ്ടത്തിലാണ്. കൃഷി നശിക്കുകയാണ്. ഇപ്പോൾ ഒരു നെല്ല് കൊടുത്തിട്ട് 5 മാസമായി ഇവരിക്കും കാശും കിട്ടിയിട്ടില്ല. വെള്ളം കൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ 500 കടയിൽ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. മോദിയുടെ ഫണ്ട് നമുക്ക് 50 ലക്ഷം രൂപ 2 മോട്ടർ തന്നിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ വലിയ പോകാൻ ലൈനിലാണ് 15 നമ്പർ എന്ന് പറയും. ഇതിപ്പോ 500 കടയിലാണ് ഇപ്പോഴത്തെ മോട്ടർ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ കീ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് കളക്ടറും MLA CC ഗവർണറും പുതിയ സ്പെഷ്യൽ ഓഫീസറും എല്ലാവരും കൂടി അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അന്തിക്കാട് പാടശേഖര കമ്മിറ്റിക്ക് കൊടുത്തത്. 1 വർഷം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് 3 വർഷം കഴിഞ്ഞ് ഇതുവരെയ്ക്കും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല.
അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം വെക്കാനോ കയറ്റാനോ അപ്പൊ ഇറിഗേഷൻ വന്നിട്ടുണ്ട് അവിടെ ഹൈ ലെവൽ കനാൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ എല്ലാവർക്കും കൊടുത്തു, 13 സ്ഥലത്ത് ഞാൻ കൊടുത്തു. ചെറിയൊരു ബ്രീഫ് ഞാൻ എഴുതിയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തതിന്റെ പ്രൂഫ് എടുക്കണം. ഞാൻ കഴിഞ്ഞ മാസം കുമ്മനം രാജശേഖരൻ സാറും എല്ലാം ഉണ്ട്. കുമ്മനം രാജശേഖരൻ സാറുമായിട്ട് ഞാൻ സൈഡ് കറങ്ങിയിൽ കൂടിയിരുന്നു കേട്ടോ. താങ്ക് യു. ഹലോ, നമസ്കാരം സാറേ. അതെ, ഞാൻ നാട്ടിലെ പഞ്ചായത്തിലെ അവിടെ ഒരു സ്മാരണിക ഇറക്കുന്നുണ്ട്. ഗുരുവർഷം 171 പ്രമാണിച്ച് അതിന്റെ ഒരു പ്രകാശനം സാറിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു 2000 കുടുംബങ്ങളെ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ഒരു പ്രകാശനത്തിന് ഡീറ്റെയിൽസ് ഓഫീസിലൂടെ ഡേറ്റ് 6 മുതൽ 14 നമസ്കാരം സാറേ.